யானை இருக்கு, அந்த மயில் இருக்கு, ஒரு கோபுரம் இருக்கு. ഹായ് ഗൈസ്, കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് എവിടെയാണ്? അയ്യോ പേര് ഓർമ്മ. ഇന്ന് നമ്മൾ തിരുമലൈക്കോവിലിൽ പോകാൻ പോവാണ്. ഇവിടെ ഒരുത്തൻ ഉണ്ട കൊടുത്തിരിപ്പുണ്ട്, ബേക്കിലൊരുത്ത് ഒളിച്ചിരിപ്പുണ്ട്. കോവിൽ എത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ പോണ വഴിക്ക് നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. ഓക്കെ, ഗൈസ് നിങ്ങൾക്കൊരു കിടില വ്യൂ കാണിച്ചു തരാം. അതിനാണ് ഇവിടെ നിർത്തിയത്. ഇത് കണ്ടു ഗൈസ്, ഫോണിൽ കാണുന്ന കണക്കല്ല, നേരിട്ട് കാണണം. ഇതാണ് വ്യൂ. ആ കാണുന്നത് തമിഴ്നാടാണ്. നമ്മളിപ്പം ആക്ച്വലി ഇവിടെ ബോർഡറിലാണ് നിൽക്കുന്നത്. ഈ സൈഡ് സൂപ്പർ തമിഴ്നാട്. സൂപ്പർ തമിഴ്നാടാ. ദിസ് ഈസ് കേരള തമിഴ്നാട് ബോർഡർ. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ബോർഡർ കടന്നിരിക്കുന്നു. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞു. ആദ്യമായിട്ട് കാറിൽ തമിഴ്നാട് ബോർഡർ കടക്കുന്ന വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്, അച്ചു അമൽ. അതൊന്നും കണ്ടില്ല. കേരളത്തിന്റെ റോഡിൽ നിന്ന് തമിഴ്നാടിന്റെ റോഡിലോട്ട് കയറിയപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ വ്യൂ ആണ് ദേ ഇത്. ആ വയലാണ് ദേ ഈ വയൽ. ഗൈസ് നിങ്ങൾക്ക് വീണ്ടും ഒരു കിടില വ്യൂ കാണിച്ചു തരാം. തമിഴ്നാടിൻ്റെ ബ്യൂട്ടി. എനിക്ക് മുട്ടക്കുന്നുകൾ ഭയങ്കര ഇഷ്ടമാണ്. മുടുക്ക് സന്ധികൾ. തമിഴ്നാട്ടിലേതോ മുടുക്ക് സന്ധികളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുത്തത് മയങ്ങിയിരിക്കുന്നുണ്ട് ഇവിടെ. എത്തി. അതാണ് തിരുമലൈക്കോവിൽ. കേട്ടാ, പുഷ്പപ്പാറ. ഈ പാറയെന്ന് കളിക്കുമ്പോഴാണ് ആ ബാക്കിലത്തെ വ്യൂ. ഓ, ഈ പാറയെന്ന് കളിച്ചാണ് ആ വ്യൂ കിട്ടുന്നത്. മനസ്സിലായി. ആണ് ഗൈസ് തിരുമലൈക്കോവിലിന്റെ എൻട്രൻസ്. ശ്രീവല്ലിയുടെ ഇൻട്രോ ഒക്കെ ഇവിടെയായിരുന്നു എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് കാറിലാണ് വരണമെങ്കിൽ ഇവിടെ ഒരു 50 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഇതാണ് എൻട്രൻസിൽ വരുന്നത്. ഹായ്, ഒളിച്ചിരിക്കും. ക്യാമറ കാണാൻ ഒരുങ്ങണ പയ്യൻ. മുകളിലോട്ട് കയറുന്നതിൻ്റെ അവിടെയുള്ള വ്യൂ ആണ് കേട്ടോ. അതേത് ഡാം? അവിടെ ഏതോ ഒരു ഡാം. രക്ഷയില്ല. ദിസ് ഈസ് മൈ ബ്രദർ. ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇത്രയും കിടില ഒരു മുടുക്ക് പാറ. ആ സ്റ്റെപ്പ് കയറി നടന്നു പോയിരുന്നില്ലേ? മേളിൽ പോയിട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് തിരിച്ചു കയറാം. അല്ല, സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് തിരിച്ചു കയറണമെന്ന് തോന്നിയുണ്ടോ? നാടൂറാ. വീണ്ടും ഒരു മുടുക്ക് പാറ. എങ്ങനെയുണ്ട്? പറ ചുഗു. ഗൈസ്, നമ്മൾ ടോപ്പിലെത്തി. ഇതാ തിരുമലൈക്കോയിൽ പാർക്കിങ്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള ഫുൾ വ്യൂ. വൈകിട്ട് കാണിച്ചു തരാം. ഇതിവിടെ മാത്രം കണ്ടുവരുന്ന ഒരു ഇവിടുന്ന് കണ്ട ഒരു പയ്യനാണ്, തമിഴ്നാട് പയ്യൻ. മല ഉച്ചിന്ന് കിട്ടിയൊരു പയ്യൻ, ഉച്ചിപ്പയ്യൻ. തിരുമലൈക്കോവിലോട്ട് കയറാൻ പോകണം. അകത്ത് ഫോൺ യൂസ് ചെയ്തുകൂടാ, പക്ഷെ പുറത്ത് വെച്ച് നമുക്ക് ടെമ്പിള് എടുത്ത് കാണിച്ചു തരാം. ഇതുവഴി നമുക്ക് സ്റ്റെപ്പിലും കയറി വരാം, അതുവഴി കറങ്ങി വണ്ടിയിലും വരാം. പറ, നിൻ്റെ അഭിപ്രായം പറ. എങ്ങനെയുണ്ട് തിരുമലൈക്കോവിൽ? വീട്ടിൽ പോകണോ? അങ്ങനെയൊക്കെ കൊണ്ടുവന്നോ? ഗൈസ്, ഇതാണ് എൻ്റെ ടോപ്പ്. ഇതിവിടുത്തെ പയ്യൻ, സുട്ടുപയ്യൻ. പയ്യനോ പെണ്ണോ? സുട്ടു പെണ്ണായിരുന്നു ഗൈസ്, പയ്യനല്ല. അപ്പളങ്ങ. ഇതാണ് കോവിലിൻ്റെ എൻട്രൻസ്. ഇതുവഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്.
ഗൈസ് ഇവിടെ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ അതാണ് സാധനം. നിങ്ങൾക്ക് ദൂരെ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത് ഇവിടെ മൊത്തം വിൻമില്ലാണ് ഫുള്ള്. ഈ രണ്ട് സൈഡിൽ സ്റ്റെപ്പുണ്ട്. നിങ്ങൾക്ക് സ്റ്റെപ്പ് വഴിയും കയറി വരാം, ഇതുവഴി കറങ്ങി വരാം. ക്യൂട്ട് കപ്പിൾസ് തോന്നിയൊന്നുമല്ല. ഇവനെ കൊണ്ടുവരണ്ടായിരുന്നു, അവനെ ഭയങ്കര ശല്യമാണ്. ഗൈസ് ഇതുവഴിയാണ് എൻട്രൻസ്. നമ്മൾ അകത്തൂടെ കറങ്ങി തൊഴുത് ഇതുവഴി തിരിച്ചിറങ്ങും. ഇവിടെയൊക്കെ വെച്ചാണ് നമ്മളെ ശ്രീവല്ലിയുടെ പുഷ്പയുടെ സീൻസൊക്കെ ഇവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കണം. ഗൈസ് വന്നിട്ടില്ലാത്തവർ ഈ ഇവിടെ കൊല്ലം ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഉള്ളവർ മസ്റ്റായിട്ട് ഒന്ന് വന്നിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറും അടിപൊളി. ഈ മഴ ടൈമിൽ വന്ന അതെവിടെ? ശരിയാണ് ഗൈസ്, ഇവിടെ ഗോപുര ഇറുക്കും മയിലിറുക്കും. എവിടെ ആന? ഗൈസ് ഇവിടെ ആനയും ഇറുക്കും. ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കുക. വൈബ്, ടെമ്പിൾ വൈബ്. ശ്രീത്തലീനെ റീലിടാൻ വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. രണ്ടും കൂടെ ശ്രീത്തിൻ്റെ റീൽ ഷൂട്ട് നടക്കുവാണ് ഗൈസ്. കുളവും അതെവിടെ ഗൈസ്? അപ്പുറത്തൊരു കുളം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുളവും കൂടി കാണിച്ചു തരാൻ. ഇനി എന്താണ്, ഇവനാണ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകൻ. ഇവനാണത് ഗൈഡ്. പറഞ്ഞു കുളമുണ്ട്. പിന്നെ രാത്രി ഒരു രഥം, ഒരു തേര് കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഓ അടിപൊളിയല്ലേ ഗൈസ്. ഇതാണ് ഇവിടുത്തെ കുളം. ഇത് കുളയട്ട. ടോയ്ലറ്റ് എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ബാക്ക് വഴി വരുമ്പോഴത്തേക്കും ഈ കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ടോയ്ലറ്റ് ഉള്ളത്. തൊഴിയാൻ പോണോ? ഇവിടെ വൃത്തിയൊക്കെ ഉണ്ടോ? നമ്മളവിടത്തേക്കാട്ടിയും കൊള്ളാം. നമ്മളവിടത്തേക്കാട്ടിയും വൃത്തിയൊക്കെ ഉണ്ട്. സ്മെല്ല് പോലും ഇല്ല. ഞാൻ പോയി ഒഴിച്ചാണ് ഇവിടെ സ്മെല്ലായത്. ഇപ്പോൾ അതൊരു കുഴപ്പമില്ലായിരുന്നു. ആളുകൾ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ക്യാമറ തിരിക്കുന്നില്ല. കുളത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആണ് ടോയ്ലറ്റ്. ഇവിടുത്തെ വൈബ് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്താ ഇവിടെ എന്തോ പുളിസാദം ഉണ്ടെന്ന് കഴിച്ചു. അതെ, നമുക്ക് അവൻ്റെ വാക്കും കേട്ട് പുളിസാദം കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് ഞാൻ പറയും എങ്ങനെ ഉണ്ടയില്ലേ എന്ന ജെന്യുവിൻ അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒത്തൻറ്റിക് പുളിസാദം. ചിക്കൻ ഇവിടെ നൈറ്റാണ് പകലിനെക്കാട്ടിയും കൂടുതലാണെന്നാണ് ഇവിടുത്തെ സ്ഥിര സന്ദർശകൻ അവകാശപ്പെടുന്നത്. പകലിനേക്കാളും നല്ലതെന്ന്, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ. ഈ കടയിൽ നിന്നാണ്, ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഇവിടുത്തെ കടയിൽ നിന്നാണ് തൈര് സാദം, അവനുള്ള തൈര് സാദം. ആ പറഞ്ഞ സാധനം മാത്രം തൈര് സാദം ഒരെണ്ണം മേടിച്ച് ടേസ്റ്റ് ചെയ്യും. തൈര് സാദമല്ല, പുളിസാദം. 30 രൂപയാണ് കേസ് പറഞ്ഞതിൻ്റെ വില. നിന്റെ ഇഷ്ടം നോക്കട്ടെ ആദ്യം. കഴിച്ച് കാണിക്കണം. ഇതൊരു പുളിസാദം അല്ലേ? ഇതാണ് സാധനം. ഞാൻ കഴിച്ച് നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. റെക്കമെൻഡേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. കണ്ട അവൻ്റെ മൂഞ്ചിരിക്കണുണ്ടാ, അവനും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മൂഞ്ചിരിക്കുന്നുണ്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ മൂഞ്ചിക്ക് മാത്രം ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന മൂഞ്ചി. ആ അതാണ് പുളി സാദത്തിൻ്റെ എസ്തെറ്റിക് വീഡിയോ എടുക്കണ രണ്ടുപേരാണിത്. ശ്രീവല്ലി വർണ്ണ വഴിയാണോ ഇത്? ആ ഗൈസ് പറ. ആ അതെ, അല്ലു അർജുനും ഫ്രണ്ടും കൂടെ പുഷ്പയിലിരുന്ന് സംസാരിക്കണ ഗോപുരമാണ് ഇതേത്. തിരുമലൈ കോവിലിലെ ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി ഇവിടെ ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടുണ്ട്. കിടിലം ബീഫ് കിട്ടും. അവിടെ ബീഫ് ഉണ്ടോ ഇല്ലയെന്ന് ആദ്യം നോക്കണം. എന്നിട്ട് പോയി കഴിച്ചിട്ട് അവന്മാർക്ക് അവന് ഇഷ്ടപ്പെടുന്നത്.
ദർശിച്ചാൽ വന്നത് പ്രകൃതിയാണ്. പ്രകൃതി ദർശിച്ച് തിരിച്ചു. ഇതാണ് പാലരുവി ഡാം. അവിടെ ഒരു ഡാം ഉണ്ട്. ഏത് ഡാമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. ഇത് കിടിലം വ്യൂ തന്നെ കേട്ടാ. എന്താ അങ്ങനെ ഒരു പറച്ചില്. കമന്റ് ആകെ 2 പേരേ ഉള്ളു. വരും 2000 വരും ഇനി. 20,000 നമ്മൾ തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ് സംസാരിക്കണം. പറ നീ തമിഴില് തിരുമല കോവിലിനെ പറ്റി തമിഴില് പറ. குமாரசாமி கோவிലാണ്. இது அப்புறம் வந்து இந்த ஹிஸ்டரி எல்லாம் தெரியாது. ஆனா நாம வர பாதை இந்த ரூட் எல்லாமே நாம வர பாதை சிங்கப்பாதை. சிங்கம் புலி சாதம் இதெல்லாம் இருக்கு. அப்புறம் இங்க ஆம்பியன்ஸ் எல்லாமே ആംബിയൻസ് ആണ്. ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യണ ഒണ്ണന്മാര്, റോഡിന്റെ നടുക്കൂടെ ഓടണ പട്ടികള്. മലയാളമായി പോയി, സോറി. തമിഴിലേക്ക് തിരുമ്പി വരലാം. சோறு சாப்பிடுறதாக்கும் நாம பார்த்து நாம நினைக்கிற வண்டியில கேറി நினைக்கிற இடத்துக்கு போய திருமலை கோவில் எட்டாது. இனி நம்மளோட நெக்ஸ்ட் பிளான் என்னன்னு சொன்னா நாம சாப்பிடுற പോണതാ. തമിഴ്നാട് പോലീസിനെ കാണിച്ച സീനാവോ. എന്നാലും നിങ്ങൾക്ക് ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. അത്രേ ഉള്ളു. തോനെയൊന്നും കാണിച്ചു തരില്ല കേട്ടോ. തമിഴ്നാട്ടിൽ വരുമ്പോൾ എല്ലാവരും തമിഴ് സോങ്സ് വരും. തമിഴ് സോങ്സ് കേൾക്കാം. അത് ശ്രീത്തിന്റെ തമിഴ് സോങ് പാട്. തമിഴില് ഉനക്ക് പിടിച്ച പാട്ട് പാട്. இந்த சிச்சுவேஷன்ல பாட தோன்ற பாட்டு பாடு. நாம முருக கோவில்ல குமார கோவில்ல வந்ததுனால இந்த குமாரசாமி பாட்டு. குமார் இல்ல, குமார் சத்துட்டாண்டா குமார். சின்ன வயசுல நான் இந்த மூவி கேட்டதா பார்த்ததா அந்த மூவில இருந்த சாங் தான் இது. ஆமா, பொறுக்கி பசங்க எல்லாம் படிக்காம மூவியும் பார்த்து பாட்டும் கேட்டு ஆடி பாடி நடந்து. ഇവിടെയൊക്കെ ഗൈസ് വരണമെങ്കിൽ ഈ ക്ലൈമറ്റ് വരണം ഗൈസ്. വരണമെങ്കിൽ ഈ സമയത്ത് വരണം ഗൈസ്. ഈ ക്ലൈമറ്റിൽ വന്ന് ഈ റൂട്ടും ഇവിടെ എല്ലാം എൻജോയ് ചെയ്തിട്ട് പോകണം. വർത്ത് വർമ്മ വർത്ത്. അമ്മച്ചിക്കട ഇല്ല ഗൈസ്. നമ്മളൊന്ന് അമ്മച്ചിക്കടയിൽ നിന്ന് ബീഫ് കഴിക്കാനാണ് തിരിച്ച് വന്നത്. പക്ഷേ അമ്മച്ചിക്കട നിന്ന് അടാൻ ഫെയിൽഡായി. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ പോവാം. സംഭവം നല്ല മഴയായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ എത്താൻ വേണ്ടി വേഗം വന്നു. കഴിക്കാനും നിന്നില്ല, വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചതൊക്കെ. ചെറിയൊരു കാര്യം കാണിച്ചിട്ട് ഗൈസ്. സംഭവം ഇത് ഏകദേശം എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ അനിയൻ വരച്ചൊരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഈ സൈഡിൽ ഇടത് സൈഡിൽ ഞാനൊരു ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. എന്ത് ഡ്രോയിങ് ആണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ ആ ഡ്രോയിങ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഡ്രോയിങ് ഫിനിഷ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാതൽ സിക്കി വിക്കി തിക്കി നിൽക്കിത് കുമാരി, എൻ കാതൽ സിക്കി വിക്കി തിക്കി നിൽക്കിത് കുമാരി.